കോൺഗ്രസ് ഭരിക്കുന്ന വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നടന്നത് വൻ ക്രമക്കേട്. പ്രതിഷേധം ശക്തമാക്കി നിക്ഷേപകർ. വായ്പാ തട്ടിപ്പിന് ഇരയായി ആത്മഹത്യ ചെയ്ത രാജേന്ദ്രന്റെ പിതാവും പ്രതിഷേധവുമായി ബാങ്കിന് മുന്നിൽ. ലോണിനായി നൽകിയ രേഖകൾ തിരിച്ചു നൽകണം എന്ന ആവശ്യം. അർജുൻ PS ചേരുന്നു. അർജുൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? 2016-17 വർഷങ്ങളിൽ നടന്ന ക്രമക്കേടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. അന്ന് ഈ ക്രമക്കേട് നടന്നപ്പോൾ തന്നെ ഈ നാട്ടുകാരൊക്കെ ഇടപെട്ട ഇത്തരത്തിൽ ഇവിടെ നിക്ഷേപകരൊക്കെ ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. അന്നൊന്നും ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള നടപടിയും ബാങ്കിന്റെ ഭാഗത്തും ഉണ്ടായില്ല. പിന്നീട് പോലീസിൽ പരാതി കൊടുക്കുന്നു, കോടതിയിൽ കേസെത്തുന്നു. കൃത്യമായി തന്നെ ബാങ്കിനെതിരെ നടപടി എടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ട് പോലും ബാങ്കിനെതിരെ നടപടി എടുത്തില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം. അതിൽ ഈ രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന ആൾ നിശ്ചിത തുക ബാങ്കിൽ നൽകിയിരുന്നു. പക്ഷേ അത് പിന്നീട് ഈ ബാങ്കിന് ഈ തുക കിട്ടുവാൻ വേണ്ടി തന്റെ വീടും അതുപോലെ തന്നെ സ്ഥലവും ഒക്കെ വെച്ച് അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ആ പണം ഇതുവരെയും രാജേന്ദ്രൻ നായരുടെ പേരിൽ ലഭിച്ചിട്ടില്ല. തുടർന്ന് ഇയാൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതേപോലെ തന്നെ 30ഓളം ആളുകൾ ഇത്തരത്തിൽ ബാങ്കിൽ അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അപേക്ഷകൾ നൽകുമ്പോഴും ഈ ബാങ്ക് നൽകുന്ന തുക ഇവർക്കല്ല ലഭിക്കുന്നത്, മറ്റുള്ള ആളുകൾക്കാണ് ഈ തുക ലഭിക്കുന്നത്. ബാങ്കിന്റെ ഭരണസമിതിക്കാണ് തുക ലഭിച്ചുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ അടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. രണ്ടുപേർ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതേ തുടർന്നാണ് പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പ്രസ് മീറ്റ് വിളിച്ചുകൊണ്ട് ഇവർ തങ്ങളുടെ വിഷമം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, തങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം തങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അന്നൊക്കെ കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടി ബാങ്കിനെ സമീപിച്ചവരാണ്. പക്ഷേ ഇവർ കൊടുത്ത ഡോക്യുമെന്റ്സ്, അതായത് ഇവരുടെ രേഖകളായിരിക്കാം, ഭൂമിയുടെ രേഖകളായിരിക്കാം, പട്ടയമായിരിക്കാം, അവയെല്ലാം ഇപ്പോൾ ബാങ്കിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവയെല്ലാം തിരിച്ചു നൽകണമെന്നും മാത്രമല്ല ഈ തുക തിരിച്ചു നൽകണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പുൽപ്പള്ളി ബാങ്കിന്റെ മുമ്പിൽ ഉണ്ടായത്. കോൺഗ്രസിന്റെ നേതൃത്വമുള്ള ബാങ്കാണ്. അതായത് രാജേന്ദ്രൻ നായരുടെ പിതാവ്, അതുപോലെ ശ്രീധരൻ നായർ, ഇദ്ദേഹമാണ് ഇന്ന് വൈകിട്ട് ബാങ്കിലെത്തി, അതായത് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ ബാങ്കിലെത്തുകയും അവിടെ കിടന്ന വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്തത്. തുടർന്ന് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ പ്രതിഷേധിക്കുക തന്നെയാണ് ചെയ്യുക. ഇനി ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും നിക്ഷേപകരടക്കം പറയുന്നത്. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.